എനിക്ക് എൻ്റെ മക്കളെ പോലെ തന്നെ വളരെ പ്രിയപ്പെട്ടതാണ് എൻ്റെ ട്യൂഷൻ കുട്ടികൾ കേട്ടോ. അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ ക്രിസ്മസ് സെലിബ്രേഷൻ നടത്താറുണ്ട്. ചെറിയ രീതിയിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ ക്രിസ്മസ് കഴിഞ്ഞ പിറ്റേ ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ക്രിസ്മസിന് വേണ്ടുന്നുള്ള, അതായത് ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടുന്നുള്ള ഗിഫ്റ്റൊക്കെ മേടിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ പോയൊരു കേക്ക് മേടിച്ചു. നമ്മൾ കട്ട് ചെയ്യുന്ന സാധാരണ കേക്കില്ലേ, അതായത് റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് ഒരെണ്ണം മേടിച്ചു. പിന്നെ കുറച്ച് സ്നാക്സ് മേടിച്ചു. കട്ട് ചെയ്യാനുള്ള നമ്മുടെ ക്രിസ്മസ് പ്ലം കേക്ക് നമ്മുടെ ഒരു ട്യൂഷൻ കുട്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സാവിയോ എന്ന് പറഞ്ഞൊരു മോൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ ക്രിസ്മസ് ഫ്രണ്ട് നമ്മളിതാ ഗിഫ്റ്റ് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞതാണ് ശ്രീനന്ദ. നന്ദു എന്ന് വിളിക്കും. നന്ദുവിന് കിട്ടിയത് സെറേനയാണ്. സെറയ്ക്ക് കിട്ടിയത് സാവിയോനെയാണ്. ഈ മോനാണ് കേട്ടോ കേക്ക് സ്പോൺസർ ചെയ്തത്, പ്ലം കേക്ക്. സാവിക്ക് കിട്ടിയത് മിച്ചുവിനെയാണ്. മിച്ചുവിന് കിട്ടിയത് കുഞ്ഞു സാവിയോക്ക് കിട്ടിയത് ഉണ്ണിക്കുട്ടനെ കിട്ടിയത് ആമിക്ക് കിട്ടിയത് സാനിയക്ക് കിട്ടിയത് നമ്മുടെ മീനുവിന് കിട്ടിയത് അന്നമ്മക്ക് കിട്ടിയത് നന്ദുവിനെ. അവനെന്റെ പേരോടെ കിട്ടിയത്. പിന്നെ ഇത് പുറകെയാണ് വന്നത് വായിക്കാൻ വേണ്ടി കിട്ടിയത്. ഇല്ല, ഇത് ആദ്യം പോയത്. ഇവക്കടെ ഞാനാ വായിച്ചു കൊടുത്തു. ഇവക്ക് കിട്ടിയത് ഞാൻ ഇവിടെ എനിക്കറിയാം സെറേനാണ് കിട്ടിയത്. അതുകൊണ്ട് ബാ മോനെ. അങ്ങനെ എനിക്ക് കിട്ടിയത് ജോക്കുട്ടനെ കിട്ടിയത് തന്നെയാണ് കേട്ടോ. ഒന്നും കള്ളത്തരമൊന്നും ഇല്ല. അതെങ്ങനെയോ അങ്ങനെ സംഭവിച്ചു പോയി. പിന്നെ ഗിഫ്റ്റ് ഒക്കെ നിങ്ങൾ കിട്ടിയ ഈ വലിയ മക്കളൊക്കെ നമ്മുടെ അടുത്ത് നേരത്തെ ട്യൂഷൻ പഠിച്ചിരുന്ന കുഞ്ഞുങ്ങളാണ്. പക്ഷെ ഞാൻ എന്ത് കാര്യത്തിന് വിളിച്ചാലും എൻ്റെ കുഞ്ഞുങ്ങൾ ഓടി വരും കേട്ടോ. അനുണ്ട്, രാധികയുണ്ട്, കിരണുണ്ട്, ആഷിക്കുണ്ട്, വേറെ കുറച്ച് പേരെ വിളിച്ചായിരുന്നു. പക്ഷെ അവർക്ക് NSS ക്യാമ്പ് ഉള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല. ഞങ്ങൾ ഒരുപാട് അവരെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അന്നിട്ട വൈനാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. പക്ഷെ അതായിരിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ മനുവേട്ടന് അപ്പോഴേക്ക് ഫുഡൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ചേട്ടനാണെങ്കിൽ അപ്പോൾ കോള് വരുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തു. ചേട്ടന് കേക്കൊക്കെ കൊടുത്തു. പിന്നെ പിള്ളേരുടെ ഡാൻസും കുട്ടി കലാപരിപാടികളൊക്കെ ആയിട്ട് ഞങ്ങളുടെ ദിവസം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ഭക്ഷണത്തിലേക്ക് കടന്നു. ചേട്ടൻ ബിരിയാണി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നിലത്തിരുന്നാണ് കേട്ടോ എല്ലാവരും കഴിച്ചത്. ആദ്യം കുഞ്ഞുമക്കൾക്കാണ് കൊടുത്തത്. നമ്മൾ ഈ വലിയ കുട്ടികളെ രാധികാനും എല്ലാവരും നമ്മളെ വിളമ്പാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തു. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. കുറച്ച് നാളുകളെ എനിക്ക് ട്യൂഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ട്യൂഷൻ ഇവരെ വിട്ട് ഇവരുടെ പാരൻസിൻ്റെ അടുത്തും എൻ്റെ സ്വന്തം മക്കളെ പോലെ എൻ്റെ അടുത്തുനിന്ന് പഠിച്ച എൻ്റെ കുഞ്ഞു മക്കളോട് എനിക്ക് 1000 സ്നേഹവും നന്ദിയും മാത്രം